ഈ ടർപ്പ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഫ്ലോറൈറ്റ് കുറവായിട്ടുള്ള സമയത്ത് ഫ്ലോറൈറ്റ് കുറവ്, അതായത് TURP എന്ന് പറഞ്ഞാൽ ട്രാൻസ് യൂറിത്തർ റിസെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. സ്ട്രൂവേറ്റ് റീനൽ കാൽക്കുലൈ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ്. അത് യൂറിയ സ്പ്ലിറ്റ് ചെയ്യുന്നൊരു ഓർഗാനിസമാണ്. അത് യൂറിയസിൻ്റെ അളവിന് കൂട്ടും, അമോണിയ ബോഡിയിൽ കൂടും. അതുകൊണ്ട് അവിടെ എപ്പോഴും ആൽക്കലൈൻ ആയിട്ടുള്ള pH ആയിരിക്കും ഈ സ്ട്രൂവേറ്റ് സ്റ്റോണിൽ കാണുന്നത്. ഇനി നെഫ്രോട്ടിക് സിൻഡ്രോം കുട്ടികളിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് മിനിമം ചേഞ്ച് ഡിസീസാണ്. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്യുവർ നെഫ്രോട്ടിക് ആയിരിക്കും. പ്യുവറായിട്ടുള്ള നെഫ്രോട്ടിക് ഫീച്ചേഴ്സ് ആയിരിക്കും. നെഫ്രൈറ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കുറവായിരിക്കും. നെഫ്രൈറ്റിയാണ് ബ്ലഡ് വരുന്നത്, അത് കുറവായിരിക്കും. ഇത് കൂടുതൽ അനാസാർക്ക, എഡിമ, ആൽബുമിൻ്റെ അളവ് കുറവ്, അങ്ങനെയായിരിക്കും. അതാണ് മിനിമം ചേഞ്ച് ഡിസീസ്, MCD എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോ ആൻഡ്രോജനിസം, അഡിസൺ ഡിസീസിൽ മിനറലോകോർട്ടിക്കോയിഡിൻ്റെ അളവ് കുറവായിരിക്കും. ഹൈപ്പോ ആൻഡ്രോജനിസ് കണ്ടീഷനാണ് അഡിസൺ ഡിസീസ്. അതിൽ മിനറലോകോർട്ടിക്കോയിഡിൻ്റെ അളവ് കുറവാണ്. അവിടെ സാൾട്ട് വേസ്റ്റിംഗ്, ഡീഹൈഡ്രേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഒരിക്കലും RCC ആയിട്ട് കണക്റ്റ് ആവത്തില്ല കേട്ടോ, അത് തമ്മിൽ വലിയ ബന്ധമില്ല. സോഡിയം റീഅബ്സോർപ്ഷൻ ഇൻ PCT എന്ന് പറയുന്നത് 65% സോഡിയം PCTയിൽ വെച്ച് റീഅബ്സോർബ് ചെയ്യുന്നത്. തിക്കാസിൻ്റെ ലിമ്പിൽ വെച്ചിട്ടാണ് 25% റീഅബ്സോർബ് ചെയ്യുന്നത്. ഡിസ്മോർഫിക് RBC ഗ്ലോമറുലർ ബ്ലീഡിംഗ് ഉള്ള കണ്ടീഷനിലാണ് കാണുന്നത്. കാൾമൻ സിൻഡ്രത്തിനകത്ത് നമുക്ക് ഹൈപ്പോഗൊണാഡോട്രോപ്പിക് ഹൈപ്പോഗൊണാഡിസ് ആണ് കാണുന്നത്. അവിടെ GnRHൻ്റെ ഫെയിലറാണ്. GnRH സെക്രീറ്റിംഗ് സെൽസിൻ്റെ ഫെയിലർ, അങ്ങനെ ഒരു FHLH കുറയും.